അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കക്കയിറച്ചി വറുത്തരച്ച കറിയും വട്ടപ്പത്തിരിയുമായിട്ടാണ്. അപ്പോൾ കക്കയിറച്ചി ഞാൻ അതിനുള്ളിലെ കറുപ്പൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 തക്കാളി, ഒരു 3 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ആവശ്യത്തിന്, പിന്നെ കറിവേപ്പിലയും. ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം ഇതിലോട്ടേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നല്ലോണം ചൂടായതിന് ശേഷം ഇതിലോട്ടേക്ക് സവാള ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റണം. സവാള നന്നായി വഴന്നു വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അടുത്തതായി പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി വഴറ്റി അടച്ചു വെച്ച് കുറച്ച് സമയം വേവിക്കാം. ഇനി ഫ്ലെയിം നല്ലോണം ചെറുതാക്കിയതിന് ശേഷം 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം കൂട്ടിയതിന് ശേഷം ഇത് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് കക്കയിറച്ചി കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തീ കുറച്ച് ഒരു 10 മിനിറ്റോളം വേവിച്ചെടുക്കാം. ഈ സമയത്ത് മറ്റൊരു പാനിൽ 1/2 മുറി തേങ്ങ എടുക്കുന്നുണ്ട്. ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ പെരുംജീരകവും കുറച്ച് സവാള ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റി കൊടുക്കാം. ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുത്താൽ മതി. ഇനി ഇതൊരു ബ്ലെൻഡറിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ കക്കയിറച്ചി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് വറുത്തരച്ചതും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കറിയൊന്ന് ലൂസാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മീറ്റ് മസാല കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വറുത്തരച്ച കക്കയിറച്ചി ഇവിടെ റെഡിയാണ്. ഇനി ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് വട്ടപ്പത്തിരിയാണ്. ഇതിനു വേണ്ടി ഞാൻ 2 കപ്പ് മട്ട അരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റേഷൻ അരി വെച്ചിട്ടും ഇതുണ്ടാക്കാം. നന്നായി കഴുകി 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ച അരിയാണിത്. ഇനി ഇതിലോട്ടേക്ക് 1 മുറി തേങ്ങ ചിരകിയതും ഒരു പകുതി സവാളയും 1/2 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് തരിതരിയായി അരച്ചെടുക്കാം. ഇത് നൈസായിട്ട് അരയണമെന്നൊന്നുമില്ല, കുറച്ച് അരച്ചെടുത്താൽ മതി. ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത്. അധികം വെള്ളമായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതുപോലൊരു പാത്രത്തിൽ എണ്ണ തടവിയതിന് ശേഷം ഇതിലോട്ടേക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ പരത്തി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് തേങ്ങ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു സ്റ്റീമറിൽ വെച്ച് വേവിച്ചെടുക്കണം. ആവി വന്നതിന് ശേഷം ഒരു 10 മിനിറ്റോളം വേവിച്ചെടുത്താൽ മതിയാവും. ബാക്കി മാവ് ഞാൻ വേറൊരു പാത്രത്തിലും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വട്ടപ്പത്തിരി ചൂടാറിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇത് മുറിച്ചെടുക്കാം.
അപ്പോൾ ഈ നാടൻ വട്ടപ്പത്തിരിയും കക്കയിറച്ചി വറുത്തരച്ച കറിയും ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.